ലൈഫ് തുടങ്ങുന്നത് കുറേ നാൾ മുൻപാണ്. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പാകമായിട്ടൊരു വീഡിയോ ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. അല്ലെങ്കിലും ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ട് ലേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. എനിവേ, നിങ്ങൾ ഈ വീഡിയോ ഏത് സമയത്ത് കണ്ടാലും എനിക്ക് മോർണിംഗ് ആയതുകൊണ്ട് ഗുഡ് മോർണിംഗ്. കുറേ നാൾ മുൻപ് നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ ജ്യൂസ് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉണ്ടാക്കി കുടിച്ചു തുടങ്ങി. സ്കിന്നിന് മാത്രമല്ല, ഓൾസോ ഗുഡ് ഫോർ ബെറ്റർ ഹെൽത്ത്. അതുകൊണ്ട് ആരോഗ്യ സന്തോഷ സമൃദ്ധ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇങ്ങോട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റഡീസ് വളരെ മുഖ്യം, കാരണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എനിക്ക് വിശക്കും, അതുണ്ട്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സ്കിപ്പ് ചെയ്യാം. സമയമില്ലാത്തോണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ നഗരവീഥികളിലൂടെ ഞാൻ വളരെ നല്ല ചൂടായിരുന്നു ഗൈസ്, നല്ല ഉഷ്ണമുള്ള ചൂട്. സോ അങ്ങനെ നമ്മൾ ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു. ഷോപ്പിംഗ് ചെയ്ത ഞാനാണെങ്കിലും തിരിച്ചു വന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി പറക്കിയിട്ട് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അതുകൊണ്ട് എന്തൊക്കെയാ മേടിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം. വല്ലപ്പോഴും ഒരു ഓഫ് ഡേ കിട്ടുമ്പോഴാണ് വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. ഓൾറെഡി ഈ ക്രാഫ്റ്റിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മേ ബി മനസ്സിലാകുമായിരിക്കും. ടുഡേസ് ലഞ്ച് ഈസ് അടിപൊളി ലഞ്ച്. കാരണം ഇന്ന് എൻ്റെ ബ്രദർ കുറച്ച് ബിരിയാണി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സോ ഇന്ന് നന്നായിട്ട് അങ്ങോട്ട് തട്ടാന്ന് വിചാരിച്ചു. ടുഡേ ഐ ഹാവ് ഫൈറ്റ് വിത്ത് മൈ ബ്രദർ. എന്നാലും ബിരിയാണി ഞാൻ കഴിക്കും. ബിക്കോസ് ഐ എം എ വെരി തരികിട പെണ്ണ്. എനിക്കിങ്ങനെ അടിയിടുന്ന ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഈസ് റിയലി വെരി കോമൺ ഇൻ സിബ്ലിങ്സ്. അത് പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന്. ഓഫുള്ള ഒരു ഡേയിൽ മാത്രമേ നമ്മുടെ ഇമാതിരി പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. ഇതാണ് അടുക്കിപ്പറക്കലിന് ശേഷമുള്ള എൻ്റെ ഡെസ്കിന്റെ അവസ്ഥ. ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അവസ്ഥ. ഇത് വല്ലപ്പോഴും മാത്രമേ കാണുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ വിശക്കും, നല്ല അടിപൊളിയായിട്ട് വിശക്കും. സോ നമുക്ക് എന്തെങ്കിലും ഞം തിന്നാം. സാധാരണ ഇവിടെ ചായയുടെ കൂടെ എന്തെങ്കിലും മിച്ചറോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റമായിരിക്കും. ബട്ട് ഇന്ന് അമ്മ ഇത് ഉണ്ടാക്കി തന്നപ്പം ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് ഇമാതിരി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് പരിപാടി എന്തെങ്കിലും ഒന്ന് വരയ്ക്കാന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഒരു പെൻ ഡ്രോയിങ്ങിന്റെ ബുക്കാണ്. കുറച്ച് നാൾ മുൻപ് ഞാനൊരു ജേർണൽ കിറ്റ് മേടിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയ ഒരു അടിപൊളി നോട്ട്ബുക്കാണ്. ഇതൊരു ഗ്രിഡ് ലൈനിന്റെ നോട്ട്ബുക്കാണ്. നമ്മൾ ഓൾറെഡി മുന്നേ ഒരു ഗ്രിഡ് ലൈനിന്റെ നോട്ട്ബുക്ക് ജേർണലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഐ തോട്ട് നമുക്കിത് പെൻ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യാന്ന്.
ഈ ഫ്രണ്ട് പേജിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വരെ അങ്ങോട്ട് തുടങ്ങാം. ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന്. എന്തോ ഒരു ഇലക്ഷൻ സംബന്ധിച്ച് എന്തോ ഒരു സംഭവമാണ്. സോ എന്താണെന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനം വരും എന്നൊക്കെ. അതുകൊണ്ട് കുറച്ച് ഐഡിയ ഉണ്ട്. എന്നാലും ഒന്ന് പൊട്ടിച്ച് തുറന്ന് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം, പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ അമ്മ നല്ല അടിപൊളി സ്വാദുള്ള ഒരു പായസം ഉണ്ടാക്കി തന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ, നമ്മുടെ ബിരിയാണി, നമ്മുടെ പായസം, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് എടുക്കാൻ എന്നെക്കൊണ്ട് നടക്കൂല. എന്നാൽ പിന്നെ നമുക്ക് പായസം കുടിച്ചിട്ട് വരാം. എഴുതിക്കൊണ്ടിരുന്ന ഡയറി ഏതാണ്ട് തീരാറായുണ്ട്. 2 നോട്ട്ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം സ്കെച്ച് ബുക്ക് ആണെങ്കിലും നമുക്ക് ഡയറിയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് ബുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എഴുതാനുള്ള ത്വര അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട നോട്ട്ബുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറേയേറെ തെണ്ടി പറക്കി നടന്നിട്ടുണ്ട്. നോട്ട്ബുക്ക് ഞാൻ കുറച്ച് ദിവസം മുന്നേ മേടിച്ചാണ്. ഓൾറെഡി ഞാൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. എല്ലാ ദിവസവും ഡയറി എഴുതുന്ന പരിപാടിയില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടി ചെയ്യുള്ളൂ. സോ എൻ്റെ ഡയറിയുടെ പേരാണ് സീക്രട്ട് ഗാർഡൻ ഓഫ് മീ. ഞാനിങ്ങനെ എന്ത് ഇട്ടാലും, ഇപ്പോൾ ഒരു കഥ എഴുതിയാലും ശരി, ഒരു കവിത എഴുതിയാലും ശരി, എല്ലാത്തിനും എൻ്റേതായിട്ടുള്ള ഒരു പേര് കൊടുക്കും. അതിപ്പോൾ ഈവൻ എൻ്റെ ഒരു ബുക്കിനാണെങ്കിലും. ഫൈനലി നമ്മുടെ ഡയറി എഴുതൽ പരിപാടി കഴിഞ്ഞു. കുറച്ച് സീക്രട്ട് പരിപാടി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റൂല. ഇനിയുള്ള പരിപാടി നമ്മുടെ ഫോണിൽ തോണ്ടി കളിക്കലാണ്. സോ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐഡിയാസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. സോ പിൻട്രസ്റ്റ് ആണ് നമ്മുടെ മെയിൻ ഇൻസ്പോ. ഇപ്പൊ കുറച്ച് ക്ലേ മേടിച്ച് കൈ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ത്വരകേറും. സോ അതിന് പറ്റിയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കലാണ്. നടക്കൂല്ലേന്ന് അറിയില്ല, ബട്ട് നമുക്ക് നോക്കാം. ഒരു 20 റുപ്പീസ് കയ്യിലെടുക്കാനുണ്ടെങ്കിൽ ഇത് ഇതുപോലെ അടിപൊളി ഫോൺ സ്റ്റാൻഡ് നമ്മുടെ കയ്യിൽ കിട്ടും. എപ്പോഴോ ബസ്സിൽ പൊക്കോണ്ടിരുന്നപ്പോൾ ആരോ വിൽക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞാൻ മേടിച്ചായിട്ടാണ്. ബട്ട് ഇത് അടിപൊളിയായിട്ടാണ്. വെർട്ടിക്കലി ആണെങ്കിലും ഹൊറിസോണ്ടലി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും കൊറിയൻ ഡ്രാമാസോ വ്ളോഗ്സോ അങ്ങനെ എന്തെങ്കിലും ഇരുന്ന് കാണുക എന്നുള്ളതാണ്. റാൻഡം ആയിട്ടൊരു കൊറിയൻ ചാനൽ കൈ കിട്ടിയതാണ്. സോ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം.
റീസെന്റ് നന്നായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഒന്നും വലുതായിട്ട് കൺസേൺ ചെയ്തിരുന്ന ഒരാളൊന്നുമല്ല. ബട്ട് എൻ്റെ സ്കിന്നിൽ കുറച്ച് പിഗ്മെന്റേഷൻസും ഡാർക്ക് ഐസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഐ കൺസൾട്ട് മൈ ഡെർമറ്റോളജിസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഒന്നും ഞാൻ പ്രൊമോട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം എൻ്റെ സ്കിൻ കണ്ടീഷന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. സോ നിങ്ങളോട് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. നിങ്ങളൊരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ മോർണിംഗിൽ എടുത്ത അതേ ഡ്രിങ്ക് തന്നെയാണ് രാത്രിയിൽ ഞാൻ എടുക്കാറുണ്ട്. സോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ഇവിടെ ഇത് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയുള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങുക, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.